കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃത വായ്പ നൽകാൻ പി രാജീവ് ഉൾപ്പെടെയുള്ള ഉന്നത സിപിഐഎം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇഡി. ബാങ്കിൽ സിപിഎമ്മിന് 25 വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളുണ്ട്. നിക്ഷേപം സിപിഎം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ബാലൻസ് ഷീറ്റിന് വിരുദ്ധമാണെന്നും കേസിൽ ഇഡി മാപ്പ് സാക്ഷിയാക്കിയ ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാറിന്റെ മൊഴി ഉദ്ധരിച്ച് അന്വേഷണ സംഘം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ബാലൻസ് ഷീറ്റിന് വിരുദ്ധമാണ് യഥാർത്ഥ കണക്കുകളെന്നാണ് ഇഡിയുടെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ബാലൻസ് ഷീറ്റ് അനുസരിച്ച് 4 വീതം ബാങ്ക് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപവുമുണ്ട്. എന്നാൽ ബാലൻസ് ഷീറ്റിന് വിരുദ്ധമായി വെളിപ്പെടുത്താത്ത 25 അക്കൗണ്ടുകളിലായി ആകെ 1,73,00,000 രൂപയുടെ നിക്ഷേപം സിപിഐഎമ്മിനുണ്ട്. 63.98 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം ഇതിൽ ഉൾപ്പെടുന്നു. പാർട്ടി ലെവി, പാർട്ടി ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് തുടങ്ങിയ തലക്കെട്ടുകളിലാണ് ഈ നിക്ഷേപങ്ങൾ. കരുവന്നൂരിൽ വായ്പ നൽകാൻ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ഉന്നത സിപിഐഎം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി. തൃശൂർ, എറണാകുളം ജില്ലാ സെക്രട്ടറിമാർ ആയിരിക്കെ AC മൊയ്തീൻ, പി രാജീവ് എന്നിവർ ഇതിനായി ഇടപെട്ടു. പാലൊളി മുഹമ്മദ് കുട്ടിയും അനധികൃത വായ്പ നൽകാൻ സമ്മർദ്ദം ചെലുത്തി. സിപിഐഎം ഭരണത്തിലുള്ള ബാങ്കിൽ നിയന്ത്രണത്തിനായി ഭരണസമിതി അംഗങ്ങളുടെ ഉപസമിതിയും പാർലമെന്ററി കമ്മിറ്റിയുമുണ്ട്. ഈ സമിതികളാണ് വായ്പകളിൽ തീരുമാനമെടുത്തത് എന്നുമാണ് ഇഡിയുടെ സത്യവാങ്മൂലം. ഇഡി മാപ്പുസാക്ഷിയാക്കിയ ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാറിന്റെ മൊഴിയാണ് ഇഡി ഇതിനായി ഹാജരാക്കിയത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.